ജയിച്ചു അല്ലേ? കുറച്ചു മുമ്പേ വരുണിന്റെ അച്ഛനും മുത്തശ്ശി എന്നെ വിളിച്ചിരുന്നു. എന്താ പറയാ, അവര് നന്ദി പറയാണോ കരയാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അവർക്കൊക്കെ പറയാനുണ്ടായിരുന്നത് നീ ചെയ്ത പുണ്യത്തെക്കുറിച്ചാണ്. അച്ഛനല്ലേ ഭഗവാനെ കുറിച്ച് എനിക്ക് പഠിപ്പിച്ചു തന്നത്? ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിച്ച തോറ്റുപോയില്ലെന്ന് പറഞ്ഞു തന്നതും അച്ഛനല്ലേ? ഒക്കെ ആ ഭഗവാൻ ചെയ്തതാ. ഒരു കാര്യത്തില് അച്ഛന് വലിയ സമാധാനം തോന്നുന്നു. വരുണിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ മോളെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾ പ്രിയങ്കയുടെ ജീവിതത്തിന് ആ ഗുണമായിട്ട് വരിക. ഇനി അവളവിടെ സുരക്ഷിതായിരിക്കുമെന്ന് അച്ഛന് ഉറപ്പായി. കണ്ടോ അമ്മേ, എന്റെ മോള് തിരിച്ചു വന്നു. എനിക്ക് കാഴ്ചക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. കണിമംഗലത്തുകാര് പറയുന്നത് സൂര്യയുടെ അസുഖം മാറ്റിയത് വൈദ്യരല്ല, രാധിക മോളാന്ന്. ആ, വലിയ വലിയ ആളുകൾ അങ്ങനെ ചില മര്യാദകളൊക്കെ കാണിക്കും. അത് കേട്ടിട്ട് ഇവിടെ ആരും തുള്ളാനൊന്നും നിൽക്കണ്ട. അല്ല, എന്നിട്ട് എന്താ ഇനി പോന്നത്? കണിമംഗലത്ത് സുഖം പിടിച്ച് നിൽക്കല്ലായിരുന്നോ? എന്താ അമ്മ ഇത്? മോള് വന്നു കയറിയപ്പോ തന്നെ തുടങ്ങി വരാന്നു. എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ? അനിയത്തിയെ കല്യാണം കഴിച്ചുകൊണ്ട് പോയ വീട്ടിൽ ചെന്ന് നിൽക്കുക. അത് 1-2 ദിവസമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം, മാസക്കണക്കിന്. ഇന്ന് നല്ലത് പറയുന്നവര് നാളെ അതിന്റെ കണക്കും പറയും. അങ്ങനെയൊന്നും ഇല്ലമ്മേ, അവിടെ ആരാ അങ്ങനെയൊക്കെ പറയാൻ? കുടുംബ ബന്ധങ്ങളുടെ കാര്യമൊന്നും നിനക്ക് അറിഞ്ഞൂടാ യശോദേ. എല്ലാവരുടെ നാവും നാമം ജപിക്കാൻ വേണ്ടിയല്ല. ദേവ, എന്തായാലും ഞാനൊരു കാര്യം പറയാം. ഐശ്വര്യദേവതയുടെ കാര്യം കൊണ്ട് അവിടെ ഒരാൾ എഴുന്നേറ്റ് നടന്നില്ലേ എന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഈ മോളെ അങ്ങോട്ട് സർക്കിട്ടിന് വിടണ്ട. വേറെ ഒന്നും കൊണ്ടല്ല. പണ്ട് പെരുവഴിയിൽ ഇവളെ ആരോ കൊണ്ട് കിടത്തിയതുപോലെ ഇവളൊരു സ്ഥലത്ത് വേറെ ഒരെണ്ണത്തിനെ കൊണ്ട് കിടത്തരുതല്ലോ. എന്താ അപശകുനം പിടിച്ച് വർത്തമാനം അമ്മ ഈ പറയുന്നത്? കുറച്ചു നാള് മോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അത്രയും നാള് പറയാൻ പറ്റിരുന്നൊക്കെ അവള് വന്നു കയറിയപ്പോ തന്നെ പറയണമെന്നുണ്ടോ അമ്മയ്ക്ക്? അമ്മ ഇപ്പൊ ഒന്ന് അകത്ത് കയറി പോകുന്നുണ്ടോ?